സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമുദ്രതീരം വയോജന കേന്ദ്ര ഓഡിറ്റോറിയത്തിൽ കറുപ്പിനെന്താണ് എന്ന പേരിൽ പ്രതിഷേധ കൂട്ടായ്മ ശ്രീ അടുതല ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പുരോഗമനപരമെന്ന് പറയുന്ന ആളുകൾ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ ലോകം, നമ്മൾ ആഗ്രഹിച്ച ലോകമൊന്നും ഇവിടെ വന്നിട്ടില്ല, ഇപ്പോഴൊന്നും വരുമെന്ന് വിചാരിക്കുന്നുമില്ല. പക്ഷേ ആ ലോകത്തിന് വേണ്ടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ ജാതിയുടെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ ആക്ഷേപിക്കുക, അതൊരു കലാകാരനെ ആക്ഷേപിക്കുക, കലാകാരനെ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആക്ഷേപിക്കുക ഒട്ടും നല്ല സംസ്കാരമുള്ളവരുടെ, സാംസ്കാരിക പാരമ്പര്യമുള്ള നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ല. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീകുമാർ പ്ലാക്കാട് സ്വാഗത പ്രസംഗം നടത്തി. നമ്മുടെ കേരളം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാംസ്കാരികമായി വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു നാടാണ് എന്നത് നമ്മുടെ വിശ്വാസമാണ്. ഏറെക്കുറെ അത് ശരിയുമാണ്. അത്തരത്തിൽ ഒരു സാംസ്കാരിക ഉന്നമനം ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രം ഉണ്ട്. ആ ചരിത്രത്തിൻ്റെ രീതികളിൽ പ്രധാനമായി നമുക്ക് എണ്ണിയെടുക്കാവുന്ന ഒന്നാണ് നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണ്. പ്രശസ്ത കവി ബാബു പാക്കനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മൾ ജാതിയും മതവും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല സംഗതികൾക്കും ജാതിയില്ല എന്നാണ്. നമ്മൾ ശ്വസിക്കും വായുവിനൊട്ടും ജാതികളില്ല, മതമില്ല. രാമകൃഷ്ണൻ ശ്വസിക്കുന്ന വായുവും തൊട്ടടുത്ത് സത്യഭാമ എന്നാൽ സത്യഭാമ ശ്വസിക്കുന്ന വായു ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ ശ്വസിക്കും വായുവിനൊട്ടും ജാതികളില്ല, മതമില്ല. നമ്മൾ കുടിക്കും പ്രാണജലത്തിന് ജാതികളില്ല, മതമില്ല. നമ്മൾക്കൂർജം പകരും സൂര്യന് ജാതികളില്ല, മതമില്ല. സ്നേഹിക്കാനും വഞ്ചിക്കാനും ജാതികളില്ല, മതമില്ല. സ്നേഹിക്കാനും വഞ്ചിക്കാനും ജാതികളില്ല, മതമില്ല. ജനനം, മരണം, ദുഃഖം, ഭാഗ്യം, ജാതികളില്ല, മതമില്ല. ഇങ്ങനെ ജാതികളും മതവും ഇല്ലാത്ത ഒട്ടനവധി 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 കാര്യങ്ങൾക്കിടയിലാണ് മനുഷ്യരായിട്ടുള്ള നമ്മൾ. ലക്ഷോപലക്ഷം സ്പീഷീസുകളിൽപ്പെട്ട ജീവജാലങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അതിലൊരു സ്പീഷീസ് മാത്രമാണ് ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യന് മാത്രമാണ് ഇത്തരത്തിൽ ജാതിയും ചിന്തയും ഒക്കെ വച്ചു പുലർത്തുന്നത്, ഉച്ചനീചവും ഒക്കെ വെച്ച് പുലർത്തുന്നത്. അതവന് ചിന്തിക്കാനും അവൻ അധ്വാനിക്കാനും അവൻ്റെ തള്ളവിരൽ മറ്റു വിരലുകൾക്ക് സമൂഹമാക്കാനും ഒക്കെയുള്ള സവിശേഷത ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ സവിശേഷതകൾ മനുഷ്യ നന്മയ്ക്കായി സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അങ്ങനെ സഹിഷ്ണുതയോടെ നിലനിൽക്കുമ്പോഴാണ് ഒരു സമൂഹം പുരോഗതിയിലേക്ക് പോകുന്നത്. അപ്പോൾ രാമകൃഷ്ണനെതിരായിട്ട് ഉണ്ടായിട്ടുള്ള ഏത് തരത്തിലുള്ള പരാമർശമായാലും അതിനെ ശക്തമായി സാംസ്കാരിക കേരളം നേരിടും എന്ന് തന്നെ ഞാൻ കരുതുന്നു. രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സമ്മേളനം, ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി വളരെ വിനയത്തോടെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മുഖ്യാതിഥി കരകൗശല കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ പി രാമഭദ്രൻ വിഷയാധിഷ്ഠിതമായി സംസാരിച്ചു. ഇവിടെ പടർന്ന് പന്തലിച്ച് വിരാജിച്ച് നിൽക്കുന്ന വർണ്ണവിവേചനവും ജാതി വിരുദ്ധതയും എന്ന് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുന്നു. അന്ന് മാത്രമേ കലാ സാംസ്കാരിക രംഗം മാത്രമല്ല സമസ്ത മേഖലകളെയും നീതിപൂർവമാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇന്നിവിടെ ജ്വലിപ്പിച്ച ദീപം ഈ സമുദ്രതീരത്തിൽ റൂവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സൽക്കർമ്മങ്ങളുടെ ഭാഗമായി അതും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് ഓർണല്ലൂർ ബാബു, കെ ജി രാജു, എസ് ആർ മണികണ്ഠൻ, ജെ പി വേളമാനൂർ, ഷീല പ്രണവം, ഷിബു ചടയമംഗലം എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് കേരളം ഇന്ന് അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്ന
അല്ലെങ്കിൽ കേരളം ഇന്ന് ഒരു പുനർചിന്തയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രതിഷേധ സൂചകമായ ഒരു സമ്മേളനമാണ്, പ്രതിഷേധ സൂചക സമ്മേളനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാടൊക്കെ നേടി എന്നുള്ള ആ അഹങ്കാരത്തിനും അങ്ങനെ നമ്മൾ വച്ചു പുലർത്തിയ അഭിമാനബോധത്തിനുമൊക്കെ ഉള്ള വലിയ ഒരു തിരിച്ചടിയായി, ഒരു ഷോക്കായി മാറിയ വാക്കുകളായിരുന്നു ഒരു നൃത്താധ്യാപികയായ സത്യഭാമയുടെ. ആറന്മുള രാമകൃഷ്ണൻ മാഷ് 10 വർഷത്തിലധികമായി സംസ്കൃത സർവകലാശാലയിൽ മോഹിനിയാട്ടം അധ്യാപകനാണ്, എൻ്റെ സുഹൃത്തുമാണ്. നൃത്താധ്യാപകർ മാത്രമല്ല, സർവകലാശാല ആകെ അദ്ദേഹത്തെ ആദരവോടെയാണ് കാണുന്നത്. രാമകൃഷ്ണൻ മാഷ് മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലത്തിൽ നിന്നാണ് എംഫിലും PhD എടുത്തത്. അങ്ങനെയുള്ള രാമകൃഷ്ണൻ മാഷിനെ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും അധിക്ഷേപിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ജാതി ചിന്തയാണ്. കലാമണ്ഡലം സത്യഭാമ എന്ന മനുഷ്യരൂപം ധരിച്ച ആ മൃഗത്തോടുള്ള പ്രതിഷേധം ഞാൻ ഈ വേദിയിൽ ശക്തമായി രേഖപ്പെടുത്തുന്നു. ഈ RLV മാഷ്, രാമകൃഷ്ണൻ മാഷിൻ്റെയും സത്യഭാമ ടീച്ചറുടെയും രക്തം ഒന്ന് തന്നെ, നമ്മുടെ എല്ലാം രക്തം ഒന്ന് തന്നെയാണ്. അതെല്ലാം മറന്ന് ആ ചിന്തയൊക്കെ വെടിഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ഒരു പരാമർശം വീണ്ടും വീണ്ടും പറയുകയാണ്. എല്ലാവർക്കും ഒരു വല്ലാത്ത ഷോക്ക് തന്നെയായിപ്പോയി. രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കൊനിഞ്ഞിരിക്കുന്നോരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ രാത്രി മഴ മന്ദമീ ആശുപത്രിക്കുള്ളിൽ ഒരു നീണ്ട തേങ്ങലായൊഴുകി വന്നെത്തി കിളിവാതിൽ വിടവിലൂടേറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരേ ശ്യാമയാം ഇരവിൻ്റെ ഖിന്നയാം പുത്രീ. ഒരു കലാകാരനെതിരെ മറ്റൊരു കലാകാരി നടത്തിയ കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് ശീലിച്ചു വന്ന ഒരു പാരമ്പര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പോൾ പെറ്റ തള്ള പോലും പൊറുക്കില്ല എന്ന നിലയിലേക്ക് ഒരു കറുത്ത വർഗത്തിൽ ജനിച്ചു എന്നുള്ള കാരണത്താൽ ഒരു കലാകാരനെതിരെ സംസാരിക്കുവാനുള്ള ഒരു ശേഷി പ്രകടിപ്പിച്ച വെളുത്തതെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു സ്ത്രീയുടെ പരാമർശമാണ്. മലയാളത്തിൽ കറുത്തവർക്ക് സ്ഥാനമുണ്ടായിട്ടുണ്ട്, എഴുത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് കലാവിഭാഗങ്ങളിലും. ചലച്ചിത്ര രംഗത്ത് തന്നെ സത്യൻ മാഷും ശ്രീനിവാസനും ഹരിശ്രീ അശോകനും തിലകനും KPS ലളിതമൊക്കെ കറുത്ത വിഭാഗത്തിൽപ്പെട്ട വലിയ ഗ്ലാമർ ഒന്നുമില്ലെങ്കിലും അഭിനയത്തിൽ തൻ്റെ ശേഷി തെളിയിച്ചവരാണ്. കവി ഓറനല്ലൂർ ബാബു ചിലങ്ക എന്ന സ്മരണിക സമുദ്രതീരം ചെയർമാൻ ശ്രീ റുബൽ സിംഗിന് കൈമാറി. കലാകാരനെ ഒരു അധ്യാപകനായ ഒരു കലാകാരനെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ച സത്യഭാമ എന്ന സ്ത്രീയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും, കഴിവുള്ള കലാകാരന്മാരെ അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേതെന്നും. ഇന്ന് ഒരു സത്യഭാമ അത് തൻ്റെ ഒരു വർത്തമാനത്തിലൂടെ അങ്ങനെയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ശ്രീമതി ആശ നന്ദി അർപ്പിച്ചു.